വധശ്രമ കേസ് പ്രതിയായ CPM നേതാവിനെ പരോൾ നീട്ടി നൽകി അനധികൃത നീക്കം. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM കൗൺസിലർ VK നിഷാദിന്റെ പരോളാണ് നീട്ടിയത്. 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് ജയിലിൽ കിടന്നത് 1 മാസം മാത്രമാണ്. 3-ാം തവണയും പരോൾ നീട്ടിയതോടെ നിഷാദിന് 1 മാസത്തോളം പരോൾ ലഭിക്കും. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അനധികൃതമായ ഒരു നീക്കമാണ്, നിയമവിധേയം അല്ലാത്ത ഒരു നീക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. CPM കൗൺസിലർ VK നിഷാദിനെ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇത്തരമൊരു പരിപാടി നടക്കുമോ എന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു സർക്കാർ നടപടികളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ കോടതി 20 വർഷം ശിക്ഷ വിധിച്ചൊരു പ്രതി ആ ശിക്ഷ വിധിച്ചിട്ട് വെറും 1 മാസം മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ പരോൾ അനുവദിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യം ഇത്തരം ക്രിമിനലുകൾക്ക് സർക്കാർ കൊടുക്കുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ പയ്യന്നൂരിലെ VK നിഷാദ് എന്ന് പറയുന്ന വ്യക്തി വെറും 1 മാസമാണ് ജയിലിൽ കിടന്നത്. 3-ാം തവണയും പരോള് നിഷാദിനെ നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിഷാദിന്റെ പിതാവിന് ചികിത്സയുണ്ട് എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരോള് നീട്ടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ശിക്ഷ റദ്ദാക്കാനുള്ള നിഷാദിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി നേരത്തെ മാർച്ചിലേക്ക് മാറ്റിയിരുന്നു. ഏതായാലും അതിന് തൊട്ടു പുറകെ ഈ തുടർച്ചയായി പരോൾ കിട്ടുന്നത് നിഷാദിനെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും 15 ദിവസത്തേക്കാണ് ഇപ്പോൾ പരോൾ നീട്ടിയത്. ഈ മാസം 26 വരെ പരോൾ നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-നാണ് നിഷാദിനെ ഈ പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ 20 വർഷം ശിക്ഷ വിധിച്ചത്. ശരി, കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.